നമസ്കാരം. ഒരുപാട് പ്രൊഫൈലുകളുള്ള ഒരാളാണ് നമ്മുടെ അതിഥി. പക്ഷേ മലയാളിക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാകാൻ ഒരു മണത്തിൻ്റെ കഥ പറയാം. അല്ലെങ്കിൽ മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മണം മലയാളിക്ക് സമ്മാനിച്ച ആൾ മെഡിമിക്സിൻ്റെ സാരഥി ശ്രീ എ വി അനു. സ്വാഗതം. ഞാൻ ഈ മണത്തിൻ്റെ കാര്യം പറയാൻ പ്രധാനപ്പെട്ട കാരണം ഈ എഴുതിയ പുസ്തകം ഒരുപാട് മണങ്ങളുടെ ഓർമ്മകളാണ് ഈ പുസ്തകം നിറയെ. മൊത്തം വായിച്ചു നോക്കാൻ സമയം കിട്ടിയിട്ടില്ല, പക്ഷേ കഴിഞ്ഞ ദിവസമാണ് കിട്ടിയത്. പ്രതിസന്ധികളുടെ കഥകളുണ്ട്, രസകരമായ കഥകളുണ്ട്, പലതും ഓവർകം ചെയ്ത അനുഭവങ്ങളെക്കുറിച്ച് എഴുതുന്നുണ്ട്. ഇപ്പോഴൊരു യൂട്ടേൺ തോന്നാൻ കാരണം എന്താ ഈ പുസ്തകം എഴുതാൻ? അല്ല, അത് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ അതാണ്. കൊറോണ കാലത്തെ 2 വർഷത്തോളം വീട്ടിലിരിപ്പോൾ ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് വന്ന ഓർമ്മകളും, കുറച്ച് സമയം കിട്ടി, ഫാമിലിയായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി, കുറേ വായന തുടങ്ങി. വായനാശീലമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ധാരാളം പുസ്തകങ്ങൾ വായിക്കാൻ പറ്റി. അങ്ങനെയാണ് ആദ്യം തന്നെ എൻ്റെ മുത്തച്ഛൻ എഴുതിയ കുറേ പുസ്തകങ്ങളുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് വലിയ പ്രശസ്തമായിരുന്നു. അതെല്ലാം കൂടെ എടുത്ത് വായിച്ച് അതൊരു പുനഃപ്രകാശനം ചെയ്തു. പിന്നീട് ഈ പുസ്തകത്തിലേക്കായി അങ്ങനെ വന്നതാണ്. എനിക്ക് ഞാൻ വായിച്ചതെന്നും മനസ്സിലാക്കിയെന്നും കുറേ രസകരമായിട്ട് തോന്നിയത് ഈ മെഡിമിക്സുമായിട്ട് ബന്ധപ്പെട്ട കഥകൾ തന്നെയാണ്. കാരണം ഈ നമ്മൾ ഈ 83 കാലം എന്നൊക്കെ പറയുന്നത് ഈ സോപ്പുമായിട്ട് മലയാളി അങ്ങനെ പരിചയമുള്ള കാലമാണെന്ന് എനിക്കറിയില്ല, സംശയമുണ്ട്. പക്ഷേ ആ കാലത്ത് സോപ്പ് കമ്പനി ഏറ്റെടുക്കുക, അത് സക്സസ് ആകുക, അതിന് പിന്നിലെ കഥകൾ കുറേ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ചെറിയ മെഡിമിക്സ് ഉണ്ടാക്കിയ കഥയൊക്കെ ഭയങ്കര രസകരമായിട്ട് തോന്നിയ ഒരു ഇങ്ങനെ ഈ പല ആകസ്മികതകളും വന്ന് മുട്ടിയ ഒരു ജീവിതമാണെന്ന് തോന്നുന്നു. സർക്കാർ ഉദ്യോഗസ്ഥൻ മകനെ സർക്കാർ ഉദ്യോഗസ്ഥനാക്കാരൻ, അച്ഛൻ മരിച്ചിട്ട് ജോലി കിട്ടേണ്ടതായിരുന്നു, അത് മാറി, അങ്ങനെയൊക്കെയുള്ള. എങ്ങനെയാണ് ഈ സാർ ഈ ഓരോ കണ്ടുമുട്ടലുകളെയും കാണുന്നത്? ഈ ജീവിതത്തിൽ ഇത് വരുന്ന ഓരോ കണ്ടുമുട്ടൽ അത് എങ്ങനെ ഒരു എനിക്കിത് ചിലതൊക്കെ വായിക്കുമ്പോൾ അങ്ങനെ ഇത് കാര്യങ്ങളെയൊക്കെ അങ്ങനെ ഒരു വരുന്നിടത്ത് വെച്ച് വരട്ടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഈസി ഗോയിങ് ആയിട്ടുള്ള ഒരാളാണെന്നാണ് തോന്നിയിട്ടുള്ളത്. അത് ശരിയാണ്, ഒരർത്ഥത്തിൽ ശരിയാണ്. കാരണം പഠിക്കുന്ന കാലത്ത് ഞാൻ അത്ര ഒരു സീരിയസ് സ്റ്റുഡൻ്റ് ഒന്നും ആയിരുന്നില്ല. അവസരങ്ങളും കുറവായിരുന്നു. പിന്നെ അങ്ങനെ ഒന്നിനും ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. സാഹചര്യങ്ങളൊക്കെയാണ്. അച്ഛൻ്റെ മരണം തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്തിയത്. പിന്നെ എനിക്ക് തോന്നുന്നത് എൻ്റെ ജീവിതത്തിൽ വളരെ ചുരുക്കം പേർക്ക് മാത്രം സംഭവിക്കുന്നതാണ്. അവസരങ്ങൾ തേടി വരിക എന്നൊക്കെ പറയില്ലേ, ഒന്നിനും വേണ്ടി ശ്രമിക്കേണ്ടി വന്നിട്ടില്ല, എല്ലാം നമ്മളെ തേടി വരിക. അത് ഇന്നും എൻ്റെ പഠിപ്പ് കഴിഞ്ഞ കാലം മുതൽ ഇന്ന് വരെയും അത് അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇന്നും ഞാൻ ആര് ചോദിച്ചാലും പറയുന്നതാണ്, എനിക്കങ്ങനെ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല, വലിയ ബിസിനസ് ആ രീതിയിൽ വളർത്തണമെന്നില്ല. എല്ലാ വർഷവും കുറേശ്ശെ വളരണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ ചിന്തയിൽ നിന്ന് പക്ഷേ അതിനേക്കാൾ കൂടുതൽ വളരുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ എല്ലാ കാര്യങ്ങളും നേടുന്നു എന്നുള്ളതാണ്. ഈ അവസരങ്ങൾ തേടി വരുന്ന കാര്യം പറയുമ്പോൾ ഈ അവസരങ്ങൾ തേടി വരുന്നതിൽ മാത്രമല്ല, നമ്മളതിനകത്തൊരു ചോയ്സാണ് ഭയങ്കര പ്രധാനപ്പെട്ട ഘടകമാണ്. അവിടെയാണ് എൻ്റെ ചോദ്യം. ഈ ചോയ്സ് എങ്ങനെ കൃത്യമാകുന്നു എപ്പോഴും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ശരിയാകുന്നു ഘട്ടത്തിൻ്റെ ഈ പറഞ്ഞ പോലെ ഓരോന്ന് സക്സസ് ആകുമ്പോൾ ആലോചിക്കുന്നുണ്ടോ, എങ്ങനെ ശരിയായ ചോയ്സാണ് സ്വാഭാവികമായിട്ട് സക്സസ് ആവണമെങ്കിൽ ആ ചോയ്സ് എങ്ങനെയാണ് ശരിയാകുന്നതെന്ന് എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഈ ഓൺട്രപ്രനേഴ്സിന് ഉള്ള ഒരു പ്രത്യേക കഴിവാണത്, ഈ ഗട്ട് ഫീലിംഗ്. അത് പ്രൊഫഷണൽ കോളേജുകളിൽ നിന്നും പഠിച്ചു വരുന്നവർക്ക് ആ ഡിസിഷൻ എടുക്കാൻ പറ്റില്ല, അവർക്ക് ആ ധൈര്യം വരില്ല. ഒന്ന് പ്രൊഫഷണലായിരിക്കും, അവരുടെ ഓൺ കമ്പനി ആയിരിക്കില്ല. ഇവിടെ പലപ്പോഴും തെറ്റായ തീരുമാനങ്ങളായിരിക്കും എടുത്തത്. പക്ഷേ ഞാനതാ പറഞ്ഞു, എന്നെ സംബന്ധിച്ചുള്ള അത് ഭാഗ്യത്തിന് അത് മാറി വന്നിട്ടുണ്ട്. പക്ഷേ എത്രയോ തീരുമാനങ്ങൾ തെറ്റിയിട്ടുണ്ട് കേട്ടോ, എത്രയോ തീരുമാനങ്ങൾ തെറ്റിയിട്ടുണ്ട്, എത്രയോ ബിസിനസ് പരാജയപ്പെട്ടിട്ടുണ്ട്. സിനിമയിലും അതുപോലെ തന്നെ ഞാൻ വിജയവും പരാജയവും കണ്ടിട്ടുണ്ട്. അത് എപ്പോഴും എല്ലാ കാര്യങ്ങളും വിജയമാണെന്ന് ഒരിക്കലും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ ഒരു ഗ്രാഫ് നോക്കുമ്പോൾ നമ്മൾ വളർന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല, ഈ വളർച്ച ഈ പറഞ്ഞ പോലെ ഭാഗ്യം എന്ന് ഇടയ്ക്ക് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഭാഗ്യം മാത്രം പോരാ ഈ വളർച്ച. കാരണം ഇതിന് പിന്നിലൊരു വിഷൻ ഉണ്ടാവും, അധ്വാനം ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ ഈ കൊറോണ കാലത്ത് തിരിച്ചു കിട്ടിയെന്ന് പറയുന്ന പല സാധനങ്ങളും ചിലപ്പോൾ അതിന് മുമ്പുള്ള കുറേ വർഷങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമായിരിക്കാം അല്ലേ. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഗ്രാഫ് എങ്ങനെയാണ് സാറ് കാണുന്നത്? കാരണം ഈ 83 നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ പ്രതിസന്ധിയാണ്. പക്ഷേ അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 30 വർഷമാവും അല്ലെങ്കിൽ 40 വർഷമാവുന്നു. ഈ 40 വർഷത്തെ ഒരു ഗ്രാഫിനെ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ മൊത്തത്തിലുള്ളൊരു മാറ്റമാണ്. കാരണം ഞാനത് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അച്ഛൻ മരണത്തിന് ശേഷം സർക്കാർ ജോലി കിട്ടേണ്ടതായിരുന്നു. ഡെത്ത് സർട്ടിഫിക്കറ്റിനൊക്കെ നടന്ന സമയത്തുണ്ടായ കടുത്ത ഞാൻ അഭിമുഖീകരിച്ച ചില പ്രശ്നങ്ങൾ എല്ലാം
കാരണമാണ്. പിന്നെ ചെറിയ ബിസിനസ് ചെയ്തു, ഒരു കാർ ഓടിക്കുന്ന പണി വരെ ഞാൻ ചെയ്തു. അത് കമ്മീഷൻ അവിടെ നിന്ന് ഇങ്ങനൊരു തീരുമാനം എൻ്റെ അമ്മാവൻ്റെ നിർബന്ധത്തിനാണ് അടഞ്ഞു കിടന്ന കമ്പനി, സമരം മൂലം അടഞ്ഞു കിടന്ന കമ്പനി ഏറ്റെടുക്കാൻ വേണ്ടി വരുന്നത് ചെന്നൈയിലേക്ക്. പക്ഷേ പല പ്രതിസന്ധികൾ ഉണ്ടായിരുന്നെങ്കിലും എല്ലാം ഞാൻ വിചാരിച്ചതിനെക്കാട്ടും എളുപ്പത്തിൽ അതിങ്ങനെ സോൾവ് ചെയ്ത് വരികയാണ്. പക്ഷേ എല്ലാ കാലഘട്ടത്തിലും പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ഒരു 5 കൊല്ലം, ഓരോ 5 കൊല്ലവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. അത് ബിസിനസ്സിൽ എനിക്ക് തോന്നുന്നത് ഒഴിച്ചുകൂടാനാവാത്തൊരു കാര്യമാണ്. പക്ഷെ നമുക്കൊക്കെ തീരെ പ്രതീക്ഷിക്കാത്ത അത്രയും വലിയ കടുത്ത പ്രതിസന്ധികളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാ സമയത്തും ഞാനിതൊന്നും തന്നെ മറ്റൊരാളെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ ദൈവത്തിൽ അർപ്പിക്കുകയോ ഒന്നുമല്ല ചെയ്യുക. ഇത് എൻ്റെ ഉത്തരവാദിത്വമാണ്, ഇത് ഞാൻ തന്നെ വിചാരിച്ചാലേ ഇത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ പിന്നെ തെറ്റുകളില്ലാന്ന് നമുക്കറിയാം. നമ്മൾ സത്യസന്ധമായി എല്ലാ നിയമത്തിന് അനുസൃതമായിട്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ധൈര്യം നമുക്ക് ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയും നമുക്ക് നേരിട്ട് സോൾവ് ചെയ്യാം എന്നുള്ള വിശ്വാസമുണ്ട്. ഈ മെഡിമിക്സിൻ്റെ മണത്തെക്കുറിച്ച് പറയുന്നുണ്ട് കൃത്യമായിട്ട്. 3 കമ്പനികളിൽ നിന്നും പിന്നെ അതിൻ്റെ അനുവാദത്തിൽ മാർക്കറ്റ് ഫ്രാഗ്രൻ്റ് അങ്ങനെ ഒരു മണം കണ്ടുപിടിച്ചു. ഈ പറഞ്ഞ എവിടെയോ സാർ പറഞ്ഞ പോലെ ഈ മലയാളി അല്ലെങ്കിൽ ഒരാൾ ഇന്ത്യയിൽ വന്നാൽ കൂടെ കൊണ്ടുപോകണ മണങ്ങളിലൊന്നും ഇപ്പോൾ മെഡിമിക്സിൻ്റെ മണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായി ഈ വളർച്ചയ്ക്ക് ആ മണമല്ല, അതൊരു വേറൊരു മണമായിരിക്കും. അതിൽ ബുദ്ധിമുട്ടി ഇവിടം വരെ എങ്ങോട്ടാണ് ഇനി മെഡിമിക്സിനെ കൊണ്ടുപോകുന്നത്? അല്ല, മെഡിമിക്സ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചുള്ള ഇപ്പോൾ മെഡിമിക്സ് മാത്രമല്ല ബ്രാൻഡായിട്ടുള്ളത്. മേളം മസാലയുടെ ഒരു ബ്രാൻഡുണ്ട്, സഞ്ജീവനം എന്ന് പറഞ്ഞ ആയുർവേദ ഡിവിഷനുണ്ട്. പിന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ നീലഗിരീസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഏറ്റെടുക്കാനുള്ള അഗ്രിമെന്റ് സൈൻ ചെയ്തു, ചെയിൻ ഓഫ് സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ അങ്ങനെ പല വെർട്ടിക്കൽസ് ആയിട്ടാണ് നമ്മൾ വളരാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ബ്രാൻഡിൽ മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല നമ്മൾ ബിസിനസ് ഫോക്കസ് ചെയ്യുന്നത്. മെഡിമിക്സ് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ കെയർ മെഡിസിനൽ പ്രോഡക്റ്റാണ്. അപ്പോൾ അതിനകത്ത് നമ്മളൊരു മനുഷ്യന് ഉപയോഗിക്കേണ്ട എല്ലാ കാര്യങ്ങളും, അത് മരുന്നാവാം, ഹെയർ ഓയിലാവാം, സോപ്പാവാം, ഏത് രീതിയിലും ആണെങ്കിലാവാം. പക്ഷേ അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ബ്രാൻഡായിട്ടാണ് ഞാൻ മെഡിമിക്സിനെ കാണുന്നത്. അപ്പോൾ മറ്റ് ബ്രാൻഡുകളിലൂടെ വേണം നമുക്ക് കൂടുതൽ വളരാൻ. അതാണ്, അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഒരു ആയുർവേദിക് മെഡിസിനൽ സോപ്പ് എന്നുള്ള രീതിയിലാണ് മെഡിമിക്സ് മാർക്കറ്റ് പിടിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഷാമ്പു വരുന്നു, ഹാൻഡ് വാഷ് വരുന്നു, എല്ലാം ആ ഹെർബൽ ആയുർവേദ പേഴ്സണൽ കെയർ റേഞ്ചിലാണ്. ഇനിയിപ്പോൾ ഹെയർ ഓയിൽ അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റ് അങ്ങനെയൊക്കെ വരും. അപ്പോൾ അതെല്ലാം തന്നെ മെഡിമിക്സ് ബ്രാൻഡിൽ അത് മാത്രമേ വരൂ. വേറെ എന്തെങ്കിലും പ്രൊഡക്ട്സ് ഇറക്കണമെങ്കിൽ അത് വേറെ ബ്രാൻഡിലാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ തൽക്കാലം എൻ്റെ മനസ്സിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ സിനിമയിലൊക്കെയാണ് സാധാരണ ഈ അടഞ്ഞിടക്കുന്ന കമ്പനി ഏറ്റെടുക്കാൻ നായകൻ ചെല്ലുന്നതും പ്രൈസുണ്ട്. സ്വാഭാവികമായിട്ടും ഈ സിനിമാ നിർമ്മാതാവ് എന്നുള്ളതിൽ സാറിൻ്റെ പ്രൊഫൈൽ ഞാൻ നോക്കി. എനിക്ക് ഒരു പിടികിട്ടാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ സെലക്ഷനാണ്. വളരെ ഹൈ പ്രൊഫൈൽ പടങ്ങൾ എടുത്തിട്ടുണ്ട്, പ്രൊഫൈൽ വളരെ കുറഞ്ഞ പടങ്ങൾ എടുത്തിട്ടുണ്ട്, സമാന്തര സിനിമകളിൽ കൈവച്ച് നോക്കിയിട്ടുണ്ട്. അതെന്താണ് അങ്ങനെ അത് ഇത് എങ്ങനെയാണ് അതിൻ്റെ ഒരു സെലക്ഷൻ, ഈ ചോയ്സിൻ്റെ ആളെ? അതിലും അത് തന്നെയാണ്. എനിക്ക് പണം സമ്പാദിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ, ഒന്ന്, എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ പറയാൻ സിനിമ ഒരു മാധ്യമമാണ്. 2, എന്തെങ്കിലും ഒരു സന്ദേശം സമൂഹത്തിന് കിട്ടുന്ന സബ്ജക്ട്സ് മാത്രമേ ഞാൻ സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് വലുത് ചെറുത് എന്ന് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കൂടുതലും താങ്കൾ സൂചിപ്പിച്ച സമാന്തര സിനിമകളായിരിക്കാം ഞാൻ ചെയ്തിട്ടുണ്ടാവുക. അതിലും വിജയം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് സിനിമ ചെയ്യാൻ ഉദ്ദേശിച്ചത് കുട്ടിക്കാലം മുതലുള്ള ഒരു ആഗ്രഹമാണ് ഗുരുദേവനെ കുറിച്ച് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത്. അതിനൊരു അവസരം കിട്ടിയപ്പോൾ യുഗപുരുഷൻ സിനിമ ചെയ്യാൻ വേണ്ടിയാണ് AVA പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ കമ്പനി ഞാൻ ആരംഭിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് പിന്നെ എന്തുകൊണ്ടോ എനിക്ക് ആദ്യത്തെ വർഷം തന്നെ വേറൊരു ചെറിയ 1-2 ഒരു ഡോക്യുമെൻ്ററിയും ഒരു ചെറിയ സിനിമയും ചെയ്യേണ്ടി വന്നു. ഇതൊരു വലിയ പ്രോജക്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ ആ വർഷം തന്നെ എനിക്ക് സംസ്ഥാന അവാർഡ് കിട്ടി. 2ാമത്തെ വർഷം എനിക്ക് നാഷണൽ അവാർഡ് കിട്ടി. 3ാമത്തെ വർഷം വീണ്ടും സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അപ്പോൾ ഇതെല്ലാം വ്യത്യസ്തമാണ്, ചെറിയ പടങ്ങളും വലിയ പടങ്ങളും. അപ്പോൾ വലിയ പടങ്ങൾക്ക് എല്ലാ റെക്കഗ്നിഷൻസ് കിട്ടിയിട്ടുണ്ട്. വലിയ പടങ്ങൾക്ക് പണം വരുമായിരിക്കും, പക്ഷെ റെക്കഗ്നിഷൻസ് വരില്ലല്ലോ. ഈ പലരിമാണിക്കം പോലെ ഒന്നാന്തരം പടങ്ങൾ ക്രെഡിറ്റുള്ള ഒരാളാണ്. അതുപോലെ തന്നെ രാജാരവിവർമ്മയെ കുറിച്ചൊരു ഡോക്യുമെന്ററി, ആദ്യത്തെ സംസ്കൃത ഇപ്പോൾ യാനം എന്ന് പറയുന്നത്, അതിലൊക്കെ എനിക്ക് കിട്ടിയത് വലിയ ബഹുമതികളാണ്. 10-15ഓളം ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ സെലക്ഷനും അവാർഡുകളും കിട്ടി. പിന്നെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ഇറക്കിയ പട എന്ന് പറഞ്ഞ സിനിമയാണ്. അതൊക്കെ നല്ല സിനിമകളായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ തിയേറ്ററിൽ അത് വലിയ ഗുണം കിട്ടിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല സന്തോഷം തന്ന ഒരു സിനിമയാണ്. ഈ നാടകം ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തി എന്താണ്? തീർച്ചയായിട്ടും അത് അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം സിനിമയിൽ ഒരിക്കലും ഒരു കണ്ടിന്യൂറ്റി ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ സീരിയലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അപ്പം നാടകം ചെയ്യുമ്പോൾ 2 കാര്യമാണ് എന്നെ സംബന്ധിച്ചുള്ള. ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഞാൻ അതിനെ കാണുന്നത് ഒരു ടോട്ടൽ റിലാക്സേഷന് വേണ്ടിയിട്ടാണ്. നമ്മൾ
ഒരു കുടുംബമായിട്ട് ഒരു വിദേശ യാത്ര പോകുന്നതിനെക്കാട്ടും കൂടുതൽ എനിക്ക് മൈൻഡ് റിലാക്സ് ചെയ്യുന്നത് എല്ലാ തരത്തിലുള്ള ആളുകളുമായി കൂടി ആ സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്ത് ആ റിഹേഴ്സൽ ചെയ്ത് ആ ഒരു കഥാപാത്രം നമ്മളുടെ AV അനൂപ് എന്ന് പറഞ്ഞ വ്യക്തി മാറി മറ്റൊരു കഥാപാത്രത്തിലേക്ക് അങ്ങ് കയറുകയാണല്ലോ. അപ്പോൾ അത് ആ ഒരു മാറ്റത്തിലേക്കുള്ള പ്രോസസ്സ് ഉണ്ടല്ലോ, അത് ഭയങ്കര രസമാണ്. മറ്റൊരു കഥാപാത്രമായി മാറുക എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓഡിയൻസിൻ്റെ പൾസ് അപ്പം തന്നെ അറിയാം. അത് സിനിമയിൽ ഒരിക്കലും കിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ആ നാടകം ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ കിട്ടുന്ന റെസ്പോൺസും പിന്നെ ആ കഥാപാത്രം കുറേ കാലം നമ്മുടെ മൈൻഡിൽ കിടന്ന് ഇങ്ങനെ കളിക്കുമ്പോൾ കിട്ടുന്നത് ഒരു പ്രത്യേക സുഖമാണ്. ഞാൻ 40 വർഷത്തിലധികമായി ഇതുവരെ നാടകം ചെയ്യാത്ത ഒരു വർഷം പോലും അതാണ് ചെയ്യുന്നു. എനിക്ക് അതിൻ്റെ ഒരു സാധനം ഞാനിത് ഒന്ന് ഗംഭീര ശബ്ദമാണ്. അപ്പോൾ ഈ സാധാരണ ഈ നാടക കഥാപാത്രങ്ങൾ സംസാരിക്കുമ്പോൾ നാടകങ്ങൾ ചെയ്ത് തന്നെ വന്നതായിരിക്കും വാസന ശബ്ദം. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്വാഭാവികമായിട്ടും ഇതിന് ഈ സമയം എങ്ങനെയാണ് സാർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? കാരണം അത്യാവശ്യം നല്ല തിരക്കുള്ള ആളായിരിക്കും. സ്വാഭാവികമായിട്ടും നാടകം എന്ന് പറയുമ്പോൾ നമുക്കൊരു എങ്ങനെ പോയാലും ഒരു 1.5 മാസം മാറ്റി വെക്കേണ്ടി വരുന്ന മാറ്റി വെക്കലല്ല, അതായത് റിഹേഴ്സൽ നിർബന്ധമായിട്ട് ആവശ്യമുള്ള ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചോളം ബിസിനസ്സിൽ പല കാര്യങ്ങളും നമുക്ക് മറ്റുള്ളവരെ ഏൽപ്പിക്കാൻ പറ്റും, ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ബിസിനസ്സിൽ ഒരു തീരുമാനം എടുത്ത് അതിന് അപ്രൂവൽ കൊടുക്കണം. അപ്രൂവലാണ്, അത് സ്റ്റഡി ചെയ്ത് അപ്രൂവൽ കൊടുക്കണം. ബിസിനസ്സിൽ ബാക്കി പല കാര്യങ്ങളും നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ തന്നെ ചെയ്യേണ്ടത് നാടകത്തിൽ പെർഫോം ചെയ്യുന്നത് വേറൊരാളെ ഏൽപ്പിക്കാൻ പറ്റില്ല. സിനിമയിൽ അഭിനയിക്കുന്നത് അതുപോലെ ഇതുപോലൊരു ഇൻ്റർവ്യൂ എനിക്ക് പകരം വേറൊരാളെ ഇരുത്തി ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റില്ല. അതിനാണ് ഞാൻ സമയം കൂടുതൽ കൊടുക്കുന്നത്. ബാക്കി പല കാര്യങ്ങളും എനിക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും. നാടകത്തിൻ്റെ ഡയലോഗ് പഠിക്കുന്നതൊക്കെ മിക്കവാറും ഫ്ലൈറ്റിലിരുന്നൊക്കെയാണ്. നമ്മൾ ഒരു റൗണ്ട് റിഹേഴ്സൽ കഴിഞ്ഞ് കഥാപാത്രം എന്താണ് എന്ന് സംവിധായകൻ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ, സന്ദർഭവും കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എൻ്റേതായ രീതിയിലാണ് ഞാൻ ആ കഥാപാത്രത്തിനെ ഉൾക്കൊള്ളുന്നത്. അത് എനിക്ക് യാത്രയിലൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ റിഹേഴ്സൽ എന്ന് പറയുന്നത് ആഫ്റ്റർ ഓഫീസ് അവേഴ്സാണ്. കൂടുതലും കൂടെ അഭിനയിക്കുന്നവരെല്ലാം ജോലിയുള്ള ആളുകളാണ്. അത് വളരെ ചെറിയ ജോലിയുള്ളത് മുതൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഉള്ള ആൾക്കാരും വലിയ ബിസിനസ്സുകാരൊക്കെ ഉണ്ടാവും നമ്മളുടെ കൂടെ, അല്ലെങ്കിൽ റെയിൽവേയിൽ ജോലി ചെയ്യുന്നവരൊക്കെയാണ് കൂടുതലുള്ളത്. അപ്പോൾ അവരുടെയൊക്കെ സമയം കൂടെ നോക്കി വൈകുന്നേരം അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ ചിലപ്പോൾ ഒരു ക്യാമ്പ് റിഹേഴ്സലൊക്കെ ചെയ്യും. അത്രേ ഉള്ളൂ. പിന്നെ നമ്മളിത് എല്ലാ മാസവും ചെയ്യുന്ന കാര്യമല്ലല്ലോ. വർഷത്തിൽ ഒരു നാടകം അല്ലെങ്കിൽ 2 നാടകം അത്രയല്ലേ ഉള്ളൂ. അത് നമുക്ക് സാധിക്കും. അത് വേണമെന്ന് വെച്ചാൽ സാധിക്കും. അപ്പോൾ വളരെ മുമ്പ് തന്നെ അത് പ്ലാൻ ചെയ്യും. അടുത്ത നാടകം ഞാൻ ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആ ഒരു പീരിയഡ് ഞാൻ നോക്കിയിട്ട് മറ്റ് പ്രധാന അപ്പോയിൻമെൻറ്റ്സൊക്കെ അവോയ്ഡ് ചെയ്ത് വിദേശ യാത്രകളൊക്കെ അവോയ്ഡ് ചെയ്ത് ആ ഒരു സമയം മാത്രം ഞാൻ കണ്ടെത്തും എങ്ങനെയെങ്കിലും. ഈ ചോദിക്കാനുള്ളത്, ഈ അവിടെ ചെന്നു മെഡിമിക്സ് ഏറ്റെടുക്കുന്നു, അത് കഴിഞ്ഞ് ആ ചേഞ്ച് വരുത്തണം, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറ്റണം എന്ന തീരുമാനം, അതിന് പിന്നാലുണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ആ ചേഞ്ച് വരുത്തിയ പ്രോഡക്റ്റ് ഇങ്ങനെ കയ്യിലേക്ക് വന്നപ്പോൾ ഉള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ, അതൊന്ന് പറയാം. അല്ല, ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത തീരുമാനമല്ലല്ലോ. അന്ന് ഇതിൻ്റെ ഫൗണ്ടർ ഡോക്ടർ സുധൻ ഉണ്ട്, സജീവമായിട്ട് തന്നെ ഉണ്ട്. അദ്ദേഹം റെയിൽവേയിൽ ഡോക്ടറായിരുന്നെങ്കിലും നമുക്ക് നിർദ്ദേശങ്ങളും ഒക്കെ തരാൻ ആളുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ബ്രദറിലുള്ള പ്രദീപും സജീവമായിട്ടുണ്ട്. ഞങ്ങളൊക്കെ തുടക്കം മുതൽ ഒരു സാധാരണ സെയിൽസ്മാൻ എന്നുള്ള രീതിയിൽ മാർക്കറ്റിൽ സൈക്കിൾ ഓടിച്ച് പോയി സഞ്ചിയും തൂക്കി പോയി വിറ്റിട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് ഞാൻ കേരളത്തിലൊക്കെ 80s അല്ല 90കളിൽ പോലും മെഡിമിക്സിന് ഇവിടെ ഒരു പ്രോപ്പർ എൻട്രി കിട്ടിയിരുന്നില്ല. അപ്പോൾ കടകളിലൊക്കെ വരുന്ന സമയത്ത് പലരും സോപ്പ് എടുത്ത് മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങി പോടാന്നൊക്കെ പറഞ്ഞു തന്നോട്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഒരു ഡിസ്ട്രിബ്യൂട്ടറെ കിട്ടാൻ പോലും വളരെ ബുദ്ധിമുട്ടായിരുന്നു. തമിഴ്നാടും ആന്ധ്രയും കർണാടകയും നല്ല സെയിൽസ് വന്നതിന് ശേഷവും കേരളം പുറകോട്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. വീണ്ടും ശ്രമിച്ച് തന്നെയാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഇതൊരു വലിയ ടീം വർക്കാണ്. ഇത് ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രമല്ല, ഓരോ കാലഘട്ടത്തിലുണ്ടായിരുന്ന തൊഴിലാളികൾ, സെയിൽസിന് പോയിരുന്ന ആളുകൾ, അവരെല്ലാം ഓരോ കടകളിൽ കയറി ഇറങ്ങി നിർബന്ധിച്ച്. കാരണം ഞങ്ങൾ ഒരിക്കലും ക്രെഡിറ്റ് കൊടുത്തിട്ടില്ല, ആ കാലം മുതലേ ക്രെഡിറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ ക്യാഷ് സെയിൽസായിട്ടൊരു പ്രോഡക്റ്റ്, പരിചയമില്ലാത്തൊരു പ്രോഡക്റ്റ് വിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഇവിടെ മാത്രമല്ല. ഞാൻ ഓർക്കുന്നത് ബോംബെയിലൊക്കെ ഇലക്ട്രിക് ട്രെയിനിൽ കയറി ഇറങ്ങിയിട്ട് ഓരോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അതിൻ്റെ 2 വശത്തും പോയാണ് ഞങ്ങൾ ആദ്യം ശ്രമിച്ചത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഹിന്ദി അത്ര ഫ്ലുവൻറ്റും അല്ല. ആ സമയത്തൊക്കെ അവർ പറയുന്ന വാക്കുകളും അവർ ദേഷ്യപ്പെടുന്നതും ഒക്കെ സഹിച്ച്, നിങ്ങൾ 1 ഡസനോ 2 ഡസനോ ഒന്നും വാങ്ങണ്ട, 1-2 സോപ്പ് വാങ്ങിച്ചു വയ്ക്കുക, അതിൽ റിസൾട്ട് ഉണ്ടെങ്കിൽ നമുക്ക്, അങ്ങനെ ഒരു ചിന്താഗതിയിലൂടെയാണ്. അപ്പോൾ അത് നമുക്ക് ഒരു ദിവസം പെട്ടെന്ന് അങ്ങോട്ട് ഒരു മധുരം കിട്ടിയ മാതിരിയല്ല ഇതിങ്ങനെ. ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാനിപ്പോൾ ഇതിൽ ഇറങ്ങിയിട്ട് 41 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാലം കൊണ്ട് വന്നിട്ടുള്ളതാണ്. അത് എന്നാണ് ഇതിനൊരു മധുരം ടേസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് പ്രോസസ്സാണ്.
ആദ്യകാലത്തൊക്കെ ശമ്പളം കൊടുക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടായിരുന്നു. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ മാറി, ആ പ്രതിസന്ധിയൊക്കെ മാറി. ഇപ്പോൾ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കങ്ങനെ കൂടുതൽ എക്സ്ട്രാവഗൻസി ഒന്നുമില്ല. നമ്മുടെ ചിലവ് എന്ന് പറയുന്നത് സാധാരണ എല്ലാ വീട്ടുകാർക്കും ഉള്ള മരുന്ന് ചിലവൊക്കെ ഞങ്ങൾക്കുള്ളൂ. അപ്പോൾ കമ്പനിയുടെ വളർച്ചയ്ക്ക് അത് തീർച്ചയായിട്ടും അത് ഉപകരിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഒരു പുതിയ ബ്രാൻഡ് വാങ്ങുന്നതാണെങ്കിൽ അല്ലാതെ വലിയ ബാങ്ക് ലോണോ വലിയ കടമോ ഒന്നും എടുത്തിട്ടല്ല ഞാൻ ബിസിനസ് ചെയ്യുക. നമുക്ക് താങ്ങാവുന്ന കാര്യങ്ങൾ ആ ലെവലിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഞാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ. വളരെ സേഫ് മോഡലിലാണ് ഞാൻ പോകുന്നത്. പല ആളുകൾ എന്നെ വിളിച്ച് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് പബ്ലിക്കിൽ പോകാത്തത്, വെഞ്ചർ ക്യാപിറ്റലിലേക്ക് പോകാത്തത്. പക്ഷേ നമ്മളുടെ ഒരു ചിന്ത മനസ്സമാധാനം, സന്തോഷം, അതോടൊപ്പം ബിസിനസ്സിൻ്റെ വളർച്ച, കുടുംബ ഭദ്രത, ഇതൊക്കെയാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ഈ സ്വാഭാവികമായിട്ടും അന്ന് അല്ലെങ്കിൽ ഈ 83 കമ്പനി ഏറ്റെടുക്കാൻ വന്നപ്പോഴുള്ള സാഹചര്യത്തെക്കാളും ആ സാഹചര്യത്തിൽ ഇന്നത്തെ സാഹചര്യം ഈ പുതിയ ചെറുപ്പക്കാർ വരുമ്പോൾ അവർക്ക് കുറെ കൂടെ ധൈര്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതോ ധൈര്യത്തിനപ്പുറം പരിഗണിക്കേണ്ട മറ്റു സംഭവങ്ങളോടൊക്കെ ഉണ്ടോ? അല്ല, ഒന്ന് കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആണ്. പിന്നെ ടെക്നോളജി വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എന്നെ സംബന്ധിച്ചോളം അത് വളരെ ഗുണം ചെയ്തിട്ടുണ്ട്. ഇന്ന് വരുന്ന പുതിയ തലമുറയിൽ വരുന്ന ജോലിക്ക് വരുന്നവർക്കൊക്കെ കൂടുതൽ വിവരമുണ്ട് നമ്മളെക്കാട്ടൊക്കെ. അപ്പോൾ അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റത് ഞാനൊരു യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഫയൽ കൂമ്പാരങ്ങളായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോഴും പേപ്പർലെസ് ടേബിളായിരിക്കും. കാരണം ഒരു വർക്ക് പോലും പെൻഡിങ് ഇല്ല. ഞാൻ കാറിലിരിക്കുമ്പോഴും ഫ്ലൈറ്റിലിരിക്കുമ്പോഴും ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ ഇത് ഒരു കാലം മാറ്റം കൊണ്ടുവരുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് മാത്രമല്ല ബാക്കി പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത്. മുമ്പ് 15 മണിക്കൂർ കൊണ്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ ഇന്ന് 2-3 മണിക്കൂർ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ പുതിയ ചെറുപ്പക്കാരുടെ ബിസിനസ് ഐഡിയകൾ നോക്കാൻ ശ്രദ്ധിക്കാറുണ്ടോ? എന്താണ് അവർ ചെയ്യുന്നത്, നോക്കുന്നത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും അത് പ്രത്യേകിച്ച് ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള മേഖലകളിൽ അവരുടെ ബ്രില്യൻ്റ് തന്നെ പറയാം അവരുടെയൊക്കെ വർക്കുകൾ. മറ്റേതിപ്പോൾ നമ്മൾ എന്നും കാണുന്ന ഒരു പലചരക്ക് കട ഇടുന്നു, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ഇടുന്നു, അല്ലെങ്കിൽ ഒരു FMCGയിൽ പ്രോഡക്റ്റ് ഇറക്കുന്നു എന്നൊക്കെ പലതും അതൊരു മീ ടു പ്രോഡക്റ്റ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. വളരെ ബുദ്ധിമുട്ടുള്ളൂ ഇന്നത്തെ മാർക്കറ്റിൽ. അത് നമ്മൾ എത്ര വിദ്യാഭ്യാസം ചെയ്തിട്ടും കാര്യമില്ല, വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഭാഗ്യം കൊണ്ട് മാത്രമാണ്. ഇപ്പോൾ ഒരു സിനിമ നമ്മൾ പറയാറുണ്ട് ഒരു 5% വിജയിക്കുന്നത്. അതുപോലെ തന്നെയാണ് പ്രോഡക്ട്സും. എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞൊരു 10 വർഷത്തിൽ ഏതെങ്കിലും ഒരു പുതിയ ബ്രാൻഡ് അങ്ങനെ പേരെടുത്തിട്ടുണ്ടെന്നുള്ളത്. അവിടെ ഇവിടെയൊക്കെ ചെറിയ റീജിയണൽ ബ്രാൻഡുകൾ ഉണ്ടാവുന്നല്ലാതെ. അതേസമയം മുമ്പൊന്നും അങ്ങനെയല്ല. ഒരു ബ്രാൻഡ് നമ്മൾ പൈസ ഇറക്കി ലോഞ്ച് ചെയ്താൽ അത് വിജയിപ്പിക്കും എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ ഇന്ന് വേറെ റൂട്ടിൽ ചിന്തിക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ കൊറോണ വന്നപ്പോൾ ഈ ഓൺലൈൻ അവസരങ്ങളൊക്കെ വന്നപ്പോൾ അത് ഉപയോഗപ്പെടുത്തിയ എത്ര ആളുകളാണ്. അതുപോലെ ഇപ്പോൾ യൂട്യൂബ് ചാനലുകളും വ്ളോഗേഴ്സും അവരൊക്കെ ജീവിക്കാൻ മാർഗ്ഗങ്ങൾ കണ്ടെത്തുന്നു. അതുപോലെ ഫുഡ് ഡെലിവറി എല്ലാം വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇന്ന് കുട്ടികൾ ബിസിനസ്സിൽ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 40 വർഷം അല്ലേ, 4 പതിറ്റാണ്ടിലായി ചെന്നൈയിലാണ് താമസം. മലയാളത്തിൻ്റെ ഒരു സ്വന്തം പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ അമരക്കാരനാണ്. അവിടുത്തെ ഒരു ജീവിതം, തൊഴിൽ സാഹചര്യം അതെങ്ങനെയാണ്? അല്ല, ഞാൻ വളരെയേറെ ആസ്വദിച്ച് തന്നെയാണ് ഈ 40 വർഷം ജീവിച്ചിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചോളം ഇന്ന് എൻ്റെ ഒരു കുടുംബം പെർമനൻ്റായിട്ട് താമസിക്കേണ്ട എവിടെയാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ചെന്നൈ തന്നെയാണ്. കാരണം ഒരു ഗുണം എന്താ വെച്ചാൽ കേരളത്തിൽ എപ്പോൾ വേണമെങ്കിലും വന്ന് രാവിലെ വന്ന് വൈകുന്നേരം പോകാൻ പറ്റും. പിന്നെ അവിടുത്തെ ആളുകൾ കാണിക്കുന്ന സ്നേഹവും തമിഴ് സഹോദരന്മാരൊക്കെ നമ്മളെ ഉൾക്കൊണ്ടിട്ടുണ്ട്, യാതൊരു സംശയമില്ല അതിനകത്ത്. നമുക്ക് നല്ലൊരു കൈ തന്നിട്ടുണ്ട് എല്ലാ കാര്യത്തിലും. അവിടുത്തെ തൊഴിലാളികളാണെങ്കിലും ആ രീതിയിലാണ് നമ്മളോടുള്ള പെരുമാറ്റം. സർക്കാർ കാര്യത്തിലാണെങ്കിൽ ഏത് മാറി വന്ന സർക്കാർ ഒന്നും തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ കേരളം മോശമാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ആളുമല്ല. ഞാൻ അതിലേക്ക് വന്നത് വേറൊന്നുമില്ല. അങ്ങനെ ഈ ചെന്നൈയിൽ നിന്ന് ഇവിടേക്കുള്ളൊരു വ്യത്യാസം എന്താണ്? അങ്ങനെ എന്തെങ്കിലും, അതായത് കേരളം അങ്ങനെ ഏതെങ്കിലും തരത്തിൽ മാറേണ്ടതുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സജഷൻ ഉണ്ടോ സാറിന്? അല്ലേ, ഞാനിത് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളതാണ്, മുഖ്യമന്ത്രിയോടും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ത്യയിൽ എല്ലായിടത്തും ബിസിനസ് തുടങ്ങാനുള്ള സാഹചര്യമൊക്കെ ഒന്ന് തന്നെയാണ്. അതിൽ വലിയ പ്രത്യേകതയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പലരും പറയും അവിടെ പോയാൽ പെട്ടെന്ന് കിട്ടും. അതൊക്കെ വലിയ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളവർക്ക് ചിലപ്പോൾ പ്രത്യേകതകളൊക്കെ വല്ല സർക്കാർ തരുമായിരിക്കും. പക്ഷേ ഒരു സാധാരണക്കാരൻ കമ്പനി തുടങ്ങാൻ വേണ്ടി ഒരു പേപ്പർ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അപേക്ഷ തന്നെയാണല്ലോ. ആരും തന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ചെയ്തോളൂ എന്ന് പറയില്ല. നമ്മൾ എല്ലാ കാര്യത്തിനും അപേക്ഷിക്കണം, താഴ്മയോടെ അപേക്ഷിക്കണം. അതുമാത്രമല്ല കാത്തിരിപ്പും കാര്യങ്ങളും എല്ലാം ഞാൻ എല്ലാ സ്റ്റേറ്റിലും ബിസിനസ് ചെയ്തുള്ള പരിചയമുള്ളത് കൊണ്ട് പറഞ്ഞു. അതിലൊന്നും ഒരു മാറ്റമില്ല. അങ്ങനെയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കേരളത്തിൽ വരുന്ന സമയത്ത് നിക്ഷേപകന് ഈ സാഹചര്യങ്ങളെക്കുറിച്ചൊരു ബോധം ഉണ്ടാവണം. ഇപ്പോൾ വിദേശത്ത് വരുന്ന ഒരാൾക്ക് സിംഗപ്പൂരോ ദുബായോ ഒന്നും അല്ല ഇവിടെ എന്നുള്ളത് തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്? പിന്നെ തൊഴിലാളി പ്രശ്നമൊക്കെ മുമ്പ് ഉണ്ടായിരുന്ന മാതിരി ഒന്നും ഇപ്പോൾ ഇല്ല. ഇപ്പം ഞാൻ മേള ഏറ്റെടുക്കുന്നത് 8 വർഷം മുമ്പാണ്. അന്നും സമരം ഉണ്ടായിരുന്നു.
പക്ഷേ അതിനുശേഷം ഈ 8 കൊല്ലത്തിൽ ഒരു ദിവസം പോലും സമരം ഉണ്ടായിട്ടില്ല. കുറെ കൂടെ ഒക്കെ ഫ്രണ്ട്ലി ആയി. പിന്നെ നമ്മളും അവരോട് കാണിക്കുന്ന സമീപനം അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ യൂണിയനായിട്ടായാലും തൊഴിലാളികളായിട്ടായാലും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ അവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അല്ലാതെ അവരെ കൊണ്ട് ഞാൻ എപ്പോഴും അവരോട് പറയുന്നതാണ്, നിങ്ങൾ ഡിമാൻഡ് ചെയ്യരുത്. ഡിമാൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തരും. അത് തരുന്നതിൽ സംതൃപ്തരാകുക എന്നുള്ളത് അത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ കാരണം ചിലപ്പോൾ അവരുടെ ഡിമാൻഡ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതൊക്കെ കുറവാകാറാണുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ചെന്നൈയിലാണെങ്കിൽ എനിക്ക് യൂണിയനൊന്നുമില്ല. ചെന്നൈയിലില്ല, പോണ്ടിച്ചേരി, ബാംഗ്ലൂരൊക്കെ ഫാക്ടറി ഉണ്ട്. അപ്പോൾ അവിടെ ഇന്ന് അവിടുത്തെ തൊഴിലാളികൾ ഇപ്പോൾ ചില വാർത്തകളിലൊക്കെ വന്നിരുന്നു, ഞാൻ ഈ വർഷം അവസാനമാകുമ്പോഴേക്കും എൻ്റെ പഴയ എല്ലാ തൊഴിലാളികൾക്കും സ്വന്തമായിട്ട് വീട് വേണമെന്ന് ഞാൻ സ്വയം പ്രഖ്യാപിക്കുകയായിരുന്നു. അത് അവരെല്ലാം ആ ലെവലിലേക്ക് എത്തിയെന്നുള്ളതാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നവരാണ്, പട്ടിണിയിൽ നിന്ന് വന്നവരാണ്. അവരുടെ മക്കളെല്ലാം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നു, സ്വന്തം വീടുണ്ട്, അവരൊക്കെ കല്യാണം കഴിക്കുമ്പോൾ നല്ല രീതിയിൽ പോകുന്നു. അപ്പോൾ ആ ഒരു മാറ്റം വരണമെങ്കിൽ തൊഴിലാളികളുടെ സമീപനവും അല്ലെങ്കിൽ കമ്പനിയുടെ വളർച്ചയോടൊപ്പം അവർ നിന്നു എന്നുള്ളതാണ്. അത് ഇവിടെയും സാധിക്കുന്നുണ്ട്. മറ്റു പലരും പറയാറുണ്ട് അവർക്കിവിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നുള്ളത്. അത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു പരസ്പര ധാരണയുടെയോ ഡീല് ചെയ്യുന്ന വിധത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള ചില ഇഷ്യൂസ് ആയിരിക്കാം. ഈ സോഷ്യൽ ആക്ടിവിറ്റീസിനകത്ത് വളരെ സജീവമാണ്. ശ്രീനാരായണ ഗുരുദേവൻ ജീവിതത്തിൽ ചെലുത്തുന്ന ഒരു സ്വാധീനം എങ്ങനെയാണ്? അതിന് പ്രധാന കാരണം ഞാൻ ഈ യൂട്ടേൺ എന്ന് പറഞ്ഞ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും ഗുരുദേവനായിട്ട് വളരെ അടുപ്പമായിരുന്നു. അച്ഛൻ്റെ അച്ഛൻ ഡോക്ടറായിരുന്നു, ഗുരുദേവനെ പരിചരിച്ചിട്ടുണ്ട്. അല്ല, അമ്മയുടെ അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ എഴുത്തുകാരനായിരുന്നു, കോഴിക്കോട് മജിസ്ട്രേറ്റ് ആയിരുന്നു. അപ്പോൾ പല കാരണങ്ങളെ കൊണ്ടും ഗുരുദേവൻ്റെ ഒപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. കുട്ടിക്കാലത്താണെങ്കിലും ഇവരുടെ വീട്ടിൽ ഗുരുദേവൻ വരികയും അപ്പോൾ ഗുരുദേവൻ്റെ ദർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട ഒരു കുടുംബമായിട്ടാണ്, 2 കുടുംബത്തിൽ നിന്നുള്ളത്. അപ്പോൾ ജനിച്ച കാലം മുതലേ ഞാൻ ഇത് കേൾക്കുന്നുണ്ട്, ഇത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വളരെ കൃത്യമാണ്, ഗുരുദേവൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇന്ന് പ്രാവർത്തികമാക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതേസമയം ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കാനുള്ള സന്ദേശം ഗുരുദേവൻ്റെ എല്ലാ ഇതിൽ നിന്നും നമുക്ക് പെറുക്കിയെടുക്കാൻ പറ്റും. ഒരു നല്ല ബിസിനസ്സുകാരൻ എങ്ങനെയാവേണ്ടത്, നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനാവേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ നല്ലൊരു കുടുംബനാഥനാവേണ്ടത് എങ്ങനെയാണ്, അതിനൊക്കെ ഗുരുദേവൻ്റെ ചില സന്ദേശങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ പ്രചോദിപ്പിക്കുന്നതാണ്. ഞാനതുകൊണ്ടാണ് ഞാൻ ഈ ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ അങ്ങനെ SNDP പോലെയുള്ള പ്രസ്ഥാനങ്ങളിലൊന്നും അല്ല പ്രവർത്തിക്കുന്നത്. പക്ഷേ അതേസമയം എത്രയോ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുമായിട്ട് വളരെ അടുപ്പമുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ ബോംബെ യൂണിവേഴ്സിറ്റിയിൽ ഗുരുദേവ പഠനങ്ങളെക്കുറിച്ചൊരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറകിലും എൻ്റെ കൈകളുണ്ട്. അത് എനിക്ക് വളരെ സന്തോഷം വന്നൊരു കാര്യമാണ്. കാരണം കേരളത്തിന് പുറത്തൊരു ബോംബെ പോലത്തെ യൂണിവേഴ്സിറ്റി അത് അംഗീകരിക്കുകയും ഗുരുദേവൻ്റെ പഠനങ്ങളെ വെച്ച് കോഴ്സ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെയും എൻ്റെ ചോദ്യമുണ്ട്. അതായത് ഈ അങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തിൽ മാത്രം കെട്ടിയിടം ഇപ്പോഴും അങ്ങനെ ഒതുക്കപ്പെടുന്ന ഒരാളാണ് എന്നൊരു അഭിപ്രായം. തീർച്ചയായിട്ടും ഞാനത് തുറന്ന് ശിവഗിരിയിൽ പ്രസംഗിക്കുമ്പോൾ തന്നെ ഞാൻ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത സമാധി ദിവസം ഞാൻ പ്രസംഗിച്ച സമയത്തും കൂടെ ഞാൻ അതാണ് പറഞ്ഞത്. ഞാൻ സത്യസായിബാബയുടെ ഷിർദിയിൽ പോയിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കണ്ടപ്പോൾ ലോകമെമ്പാടുമെന്നും അവിടെ വരുന്ന ആളുകൾ, അവിടെ സ്വാമിമാരോ അല്ലെങ്കിൽ ഒന്നുമല്ല അവിടെ മാനേജ് ചെയ്യുന്നത്, വോളണ്ടിയേഴ്സാണ് അവിടെ മാനേജ് ചെയ്യുന്നത്. പക്ഷെ ആ നാട് വളർന്നു, അവിടെ എയർപോർട്ട് വരുന്നു, ലോകമെമ്പാടുന്നും ഡയറക്റ്റ് ഫ്ലൈറ്റ് വരുന്നു. ഇത്രയും ആളുകൾ എന്തുകൊണ്ട് വരുന്നു, ഏത് രീതിയിലാണ് ഗുരുദേവൻ ശ്രുതി സായിനെക്കാട്ടും പുറകിലോട്ട് നിൽക്കുന്നത് എന്നുള്ളൊരു ചോദ്യത്തിന് അവിടെ ഒരു കാരണം ഒരുപക്ഷെ താങ്കൾ ചോദിച്ച ചോദ്യമായിരിക്കാം, ഗുരുദേവനെ കെട്ടിയിട്ടതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ പറ്റണം. ഏകലോക ചിന്താഗതിയൊക്കെയാണ് ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ചിന്താഗതിയിലേക്ക് നമുക്ക് വരാൻ സാധിച്ചാൽ ഇതിന് കുറഞ്ഞ പക്ഷേ അദ്ദേഹം എഴുതി വെച്ചെങ്കിലും വായിച്ചാൽ അല്ലേ, അങ്ങനൊന്നും അദ്ദേഹം എഴുതി വെച്ച കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്താൽ തന്നെ അവിടെ പലപ്പോഴും അദ്ദേഹം പറഞ്ഞതിന് നേരെ വിപരീതമായിട്ട് പ്രവർത്തിക്കുന്ന സാഹചര്യവും ഒക്കെ വരുന്നു എന്നുള്ള വിമർശനം പല ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അല്ല, അത് പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ സ്വാമിമാരടക്കം തന്നെ ഞാൻ പറയുന്നത്, ഗുരുദേവൻ പറഞ്ഞ കാലഘട്ടമല്ല ഇന്ന്, കാലഘട്ടം മാറി. അപ്പോൾ സാഹചര്യങ്ങൾ മാറിയതിനനുസരിച്ച് നമ്മൾ മാറ്റി പറയണം. അപ്പോൾ യുവതലമുറയിലെ പല ആളുകളും എന്നോട് വന്ന് പറയാറുണ്ട്, കുട്ടികളൊക്കെ ഈ പറയുന്നത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ വിദ്യാഭ്യാസത്തെ പറ്റി പറയുന്നു. അന്ന് സ്ത്രീകൾക്കൊന്നും വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന കാലത്ത്, താഴ്ന്ന ജാതിക്കാർക്ക് വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന കാലത്താണ് ഗുരുദേവൻ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തത്. ഇന്ന് വിദ്യാഭ്യാസം ഇല്ലാത്തൊരു ഇഷ്യൂ ഇല്ല. അപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് അതാ ചോദിച്ചു, അവിടെ കൂടിയിരുന്ന ആളുകളോട് ചോദിച്ചു, ആർക്കെങ്കിലും അറിയോ ഗുരുദേവനെ പറ്റി പഠനങ്ങളുള്ളൊരു കോഴ്സ് ഉണ്ടെന്ന്, അതിലൊക്കെ നിങ്ങൾക്ക് ചേരാൻ അർഹതയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ആരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ പ്രചാരം കൊടുക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. എന്നാലേ ഗുരുദേവനെക്കുറിച്ചുള്ള അറിവ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഇന്നിപ്പോൾ ജീവിക്കുന്ന രീതി. ഇപ്പോൾ മദ്യത്തെ പറ്റി ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ കേരളത്തിൽ നമ്മൾ അത് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്?
ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കാര്യം പറയാറില്ല. അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു പക്ഷേ ഇന്നത്തെ ആധുനിക ലോകത്തിൽ അതൊക്കെ ആവശ്യമായിരിക്കാം. അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യം. പക്ഷേ ഗുരുദേവൻ പറഞ്ഞത് നല്ല മനുഷ്യർ, ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾ നല്ല മനുഷ്യരായിട്ട് ജീവിക്കണം. ഇപ്പോൾ വിവാഹത്തിന് ആർഭാടം പാടില്ല, 10 പേരെക്കുള്ളിൽ പാടില്ല. കൊറോണ സമയത്ത് അത് സംഭവിച്ചു. അപ്പോൾ ഞാനപ്പോഴാണ് അതാണ് മനസ്സിലാക്കുന്നത്, ഇത് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഈ 40 വർഷമായിട്ട് ചെന്നൈയിൽ നിന്ന് കേരളത്തിൽ കാണുന്ന ഒരാളാണ്. ഇവിടെ ഇനി അല്ലെങ്കിൽ നമ്മുടെ ഈ സാധ്യതകൾ, സംസ്ഥാനത്തിൻ്റെ സാധ്യതകൾ ഏതൊക്കെ മേഖലയിലാണെന്നാണ് സാർ വിശ്വസിക്കുന്നത്? അല്ലെ, വലിയ ഇൻഡസ്ട്രീസിന് ഇവിടെ യാതൊരു സാധ്യതയില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒന്ന് സ്ഥലപരിമിതിയുണ്ട്, പിന്നെ എൻവയോൺമെൻറ്റ് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ ഇൻഡസ്ട്രീസിനൂടെ യാതൊരു സാധ്യതയില്ല. വലിയ ഇൻഡസ്ട്രീസിനുള്ള ചെറിയ ചെറിയ പ്രോഡക്ട്സ് സപ്ലൈ ചെയ്യുന്ന ചെറുകിട വ്യവസായങ്ങൾക്ക് ഇവിടെ സാധ്യതയുണ്ട്. അതിനേക്കാളേറെ നമ്മുടെ ഭൂപ്രകൃതി തന്നെയാണ്. നമുക്കിവിടെ ഇല്ലാത്തതായിട്ട് എന്താണുള്ളത് അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അതാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. ഇപ്പോൾ ബയോടെക്നോളജിയിലോ ആയുർവേദത്തിലോ ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇവിടെ നിന്നുള്ള റിസോഴ്സസ് ഉണ്ടല്ലോ, അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പം നമ്മളിവിടെ നിന്ന് കുറേ പച്ചമരുന്ന് കയറ്റി അയച്ചിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആക്കാൻ നമുക്ക് സാധിക്കണം. അപ്പം നമ്മളുടെ പല ആയുർവേദ മരുന്നുകളാണ് അമേരിക്കയിലേക്കൊക്കെ കയറ്റി പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ക്യാപ്സ്യൂളായിട്ടും ടാബ്ലറ്റായിട്ടും ഇവിടെ നിന്ന് 50 പൈസയ്ക്ക് പോയ സാധനം ചിലപ്പോൾ 500 രൂപയ്ക്ക് നമ്മൾ തന്നെ വാങ്ങുന്നു. അപ്പോൾ അതിനുള്ള റിസർച്ച് നടക്കുന്നില്ല, അതിനുള്ള മാറ്റങ്ങൾ ഇവിടെ വരുന്നില്ല. അത് ആയുർവേദം അടക്കമാണ് ഞാൻ പറയുന്നത്. ആയുർവേദത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷേ സാധ്യത വളരെയേറെയാണ്. അത് യാതൊരു സംശയമില്ല. 5000 വർഷത്തെ നമ്മുടെ അറിവാണ്. ആ അറിവ് നമുക്ക് ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ ലോകത്തിൻ്റെ വിപണിയിൽ അത് ശരിക്കും ഉപയോഗപ്പെടുത്താൻ പറ്റും. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. IT മേഖലയിൽ തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. ടൂറിസത്തിന് സാധ്യതയുണ്ട്. ടൂറിസം ഇപ്പം തന്നെ ഉണ്ട്, പക്ഷേ നമുക്ക് ധാരാളം കുറവുകളുണ്ട് ഇവിടെ. അത് പരിഹരിക്കുകയാണെങ്കിൽ ആ മേഖലയിലൊക്കെയാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നടക്കാത്തൊരു കാര്യമാണ്, പക്ഷേ എത്രയോ വയലുകൾ ഇന്നും ഉപയോഗിക്കാതെ കിടക്കുന്നുണ്ട്. ഒരു സഹകരണ അടിസ്ഥാനത്തിലൊക്കെ ഈ വയലുകൾ കൃഷിയായിട്ട് മാറ്റുകയാണെങ്കിൽ വിദേശ മലയാളികളൊക്കെ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും. സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെയോ മേൽനോട്ടത്തിൽ അത് വരികയാണെങ്കിൽ, തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുന്ന രീതിയിലൊക്കെ ആക്കുകയാണെങ്കിൽ. പക്ഷേ കാരണം കൃഷി ഇവിടെ തീരെ ഇല്ലാതായി പോയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് പരിഹാരം കാണാം. 43-44 നദികളുള്ള സംസ്ഥാനമാണ്. അപ്പോൾ ഈ വെള്ളമൊക്കെ വെറുതെ ഒഴുകിപ്പോകുന്നതാണ്. അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ നല്ല രീതിയിൽ കൃഷി നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യമാണ്. അങ്ങനെയൊക്കെ എനിക്ക് എൻ്റെ ചെറിയ അറിവിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ സഞ്ജീവനം എങ്ങനെ പോകുന്നു? സഞ്ജീവനം ഈ പറഞ്ഞ മാതിരിയാണ്. നമ്മൾ ആയുർവേദത്തിനെ ഒന്ന് വിദേശ രാജ്യങ്ങളുടെ മുമ്പിൽ എന്താണ് ആയുർവേദത്തിൻ്റെ സാധ്യതകളെന്ന് കാണിച്ചു കൊടുക്കുക, അതുപോലെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുക, ആയുർവേദ ബ്രാൻഡിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനകത്ത് ചെറിയ കുറേ സ്ഥാപനങ്ങൾ നടത്തി നോക്കിയ ആളാണ് ഞാൻ. ഇന്ത്യയിലെ പല ഭാഗത്തും നടത്തി നോക്കി, റെസ്പോൺസ് ഉണ്ട്. പക്ഷെ പിന്നീട് എനിക്ക് തോന്നി ഒരു ആയുർവേദയുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ അത് കേരളമാണ്. അപ്പോൾ അത് കേരളത്തിൽ കൊണ്ടുവന്നിട്ട്, കാരണം ഞാൻ ദുബായിൽ ആയുർവേദം തുടങ്ങാനൊരു ശ്രമം നടത്തിയ ആളാണ്. സഞ്ജീവനം ഷാർജയിൽ ഒരു സെൻറ്റർ തുടങ്ങിയിട്ട് ഉദ്ഘാടന ദിവസം തന്നെ വേണ്ടെന്ന് വെച്ച ആളാണ്. അവരുദ്ദേശിക്കുന്ന നിലവാരത്തിലേക്ക് നമുക്ക് വരാൻ പറ്റില്ല അന്ന്, നമ്മുടെ കയ്യിലുള്ള ഒരു അറിവും നമ്മുടെ കയ്യിലുള്ള ആളുകളും വെച്ചുകൊണ്ട്. പിന്നെ നമ്മുടെ ഡോക്ടർമാരൊന്നും അന്ന് അവിടെ ടെസ്റ്റ് എഴുതി പാസ്സായില്ല. പിന്നെ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ അവിടുത്തെ ഹെൽത്ത് ക്ലബ്ബിൽ ആയുർവേദം വേണമെന്നും പറഞ്ഞ് ഞാൻ പോയി നോക്കിയിരുന്നു. പക്ഷെ ആ ഒരു നിലവാരം നമുക്കില്ല. പുസ്തകം ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമേ ഉള്ളൂ. പക്ഷേ പുസ്തകം വായിക്കുന്നതിന് മുമ്പ് തന്നെ അറിഞ്ഞും കേട്ടും മിടുമിക്സിൻ്റെ വളർച്ചയൊക്കെ കണ്ടും ഈ ഫീൽഡിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഒരു വ്യവസായം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരും ഒരുപാട് പേര് വന്ന് ചോദിക്കുമായിരിക്കും. അവരെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? അവർക്ക് എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? ഞാൻ പലപ്പോഴും അവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാനൊക്കെ ബിസിനസ്സിൽ വന്ന കാലത്ത് അങ്ങനെ ഉൽപ്പന്നത്തിനെ കുറിച്ച് അറിവില്ലായിരുന്നു, മാർക്കറ്റിങ്ങിനെ കുറിച്ച് അറിവില്ലായിരുന്നു, ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു 3 കൊല്ലത്തെയോ 5 കൊല്ലത്തെയോ ബിസിനസ് പ്ലാൻ ഇല്ലായിരുന്നു. ഇതൊന്നുമില്ലാതെ വന്നവരാണ്. ഇന്നത്തെ കാലത്ത് അത് പറ്റില്ല. അന്ന് അങ്ങനെ വന്നവർക്കും രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു. ഇന്ന് അത് സാധിക്കില്ല. പക്ഷേ ഇന്ന് വരുന്ന കുട്ടികളെല്ലാം അതിനെപ്പറ്റി ബോധവാന്മാരാണ്. അവർ ഈ ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇത് മുഴുവൻ സ്റ്റഡി ചെയ്തിട്ടാണ് വരുന്നത്. പക്ഷെ പലപ്പോഴും അവർ ചെയ്യുന്നൊരു തെറ്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഗൂഗിൾ ചെയ്തിട്ടൊക്കെ പ്രോഡക്ട്സിനെ പറ്റി പഠിക്കും. അപ്പോൾ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ ഒരു പക്ഷേ ഗൂഗിളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ പോരാ. അതിന് നമുക്ക് നേരിട്ടുള്ളൊരു പരിചയ സമ്പത്തോടു കൂടി തന്നെ വരണം. ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്യുന്നത്, എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് പഠിക്കുക. ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ ഉൽപ്പന്നത്തിനെ പറ്റി മാത്രമല്ല, ഒരു കമ്പനി മാനേജ് ചെയ്യുമ്പോൾ നേരിടുന്ന പല കാര്യങ്ങളെപ്പറ്റിയും നമ്മൾ മറ്റൊരു സ്ഥലത്ത്
ജോലി ചെയ്താൽ മനസ്സിലാക്കും. പലപ്പോഴും മാർവാടികളും ഗുജറാത്തികളൊക്കെ അത് എപ്പോഴും എത്ര വലിയ ബിസിനസ് ഹൗസ് ആണെങ്കിലും അവർ മക്കളെ മറ്റു സ്ഥലത്ത് വിടുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ പല കഥകളും നമ്മൾ വായിക്കാറൊക്കെ ഉണ്ട്. കേരളത്തിൽ തന്നെ അങ്ങനെ ഉണ്ടായ സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു ചെയ്യേണ്ട കാര്യമായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് പ്രധാനം എനിക്ക് തോന്നുന്നത്. സാർ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിയുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പരമപ്രധാനമായ കാര്യം. ഈ ബഹളത്തിനിടയ്ക്കും ഈ തിരക്കുകൾക്കിടയിലെല്ലാം അതിന് കഴിയുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതിന് തുറന്നു അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനിയൊരു പുസ്തകം ഉടനെ അങ്ങനെ പ്രതീക്ഷിക്കും അടുത്തത്? അതെ, ഇതിനൊരു രണ്ടാം ഭാഗം വേണ്ടി വരും. ഞാൻ കാരണം ഈ ഓർമ്മകൾ ഞാൻ എവിടെയും എഴുതി വെച്ചിട്ടില്ല, ഒരു ഡയറി ഇല്ല. അപ്പോൾ ഈ പുസ്തകം എഴുതി കഴിഞ്ഞപ്പോഴാണ് പലതും വിട്ടുപോയ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ നോട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മറ്റൊരു പുസ്തകത്തിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, ഡോക്ടർ സിദ്ധൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചൊരു പുസ്തകം ഇറങ്ങിയിട്ടില്ല. അപ്പോൾ എൻ്റെ അറിവ് വെച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ പുസ്തകത്തിൽ ഡോക്ടർ സിദ്ധനെ എത്രത്തോളം, ഇതിനകത്ത് തന്നെ ധാരാളം ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷേ ആ ഒരു വലിയ മനുഷ്യനെക്കുറിച്ച് ഒരു പുസ്തകത്തിലുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇംഗ്ലീഷും തമിഴും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതിലാണ്. അപ്പോൾ തിരക്കാണ് ഇനിയിപ്പോൾ. ഏതായാലും വളരെ നന്ദി ഇത്ര നേരം ഞങ്ങളോട്. വളരെ സന്തോഷം ഇത്ര നേരം സംസാരിക്കാൻ പറ്റും. താങ്ക് യു.